ശോകമാണ് സത്യം പറയല്ലോ. ഇപ്പം ഓടുന്നതിൽ ഏറ്റവും നല്ലത് നമ്മുടെ മോഹൻലാലിൻ്റെ തുടരും തന്നെയാണ്. ഇതിൽ മലയാളം ഡയലോഗ് കേൾക്കുമ്പോഴത്തേക്കും ജയറാമേട്ടാ ഇത്രയും വേണമായിരുന്നു എന്നുള്ള ഒരു 15 മിനിറ്റോളം നമ്മളെ അങ്ങ് തെറി വിളിപ്പിക്കും. അമ്മാതിരി എന്നെ അങ്ങ് വലിച്ച് നടുക്കി അങ്ങ് കൊണ്ടുപോകും. ചേട്ടാ ഭയങ്കര ആവറേജ് പടം കേട്ടോ. ഞാൻ വലിയ കാർത്തിക് സുബരാജ് പടം എന്ന് പറഞ്ഞ് എക്സ്പെക്ട് ചെയ്ത് വന്നതാണ്. മഹാനൊക്കെ കണ്ട് വലിയ ഹൈപ്പടിച്ച് ഹൈപ്പില്ല എന്നാലും ഒരു പടം എന്ന് വിചാരിച്ച് വന്നതാണ്. ബട്ട് ഭയങ്കര ആവറേജ് പടം, ഭയങ്കര ലാഗ്, വലിയ കാര്യമൊന്നുമല്ല കേട്ടോ. ഒരു വൃത്തിയായിട്ട പടവും ശോകമാണ് സത്യം പറയല്ലോ. ഇപ്പം ഓടുന്നതിൽ ഏറ്റവും നല്ലത് നമ്മുടെ മോഹൻലാലിൻ്റെ തുടരും തന്നെയാണ്. ഹിറ്റിൻ്റെ ആവറേജ് തന്നെയാണ് പറയുന്നത്. സത്യം പറഞ്ഞ് ഇപ്പോൾ ഓടുന്നതിൽ തുടരും തന്നെയാണ് മോഹൻലാൽ, അത്രേ ഉള്ളൂ സത്യം. സൂര്യയുടെ കംബാക്ക്, ഇതിൽ കംബാക്ക് ഒന്നുമില്ല, ഭയങ്കര വൃത്തിയായിട്ട ഒരു ഇതാണ്. പക്ഷേ സൂര്യയുടെ ലുക്ക് കൊള്ളായിരുന്നു. ലുക്കുള്ള അതിനകത്ത് പാട്ട് നല്ല പ്ലേസ്മെൻ്റ് ഉണ്ട്. ബട്ട് ബാക്കിയെല്ലാം നോക്കുകയാണെങ്കിൽ സിനിമ ഒരു വെറും ആവറേജ് പടം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സിനിമ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഒട്ടും വർക്കൗട്ടായില്ല സിനിമയുടെ സ്റ്റോറി ലൈൻ പറയുകയാണെങ്കിൽ യാതൊരു പുതുമയും പറയാനില്ല സിനിമയുടെ സ്റ്റോറി ലൈനിന്. പിന്നെ അതുപോലെ തന്നെ പുള്ളിക്ക് രക്ഷകൻ ടൈറ്റിലൂടെ ഈ സിനിമ കഴിയുന്നതോടെ കിട്ടും. കാരണം രക്ഷകൻ ടൈറ്റിൽ എനിക്ക് തോന്നുന്നത് വേക്കൻ്റായിട്ട് കിടക്കുകയാണ്. അപ്പം പുള്ളിക്കാരന് ചിലപ്പം കിട്ടാൻ ചാൻസ് ഉണ്ട് ഈ ഒരു സിനിമയിലൂടെ. സ്റ്റോറി ലൈൻ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന കഥാപാത്രങ്ങൾ ആർക്കും ഒരു ഇമോഷണൽ കണക്റ്റ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് എൻ്റെ ഒരു മെയിൻ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. രണ്ടാമത് ഇതിൻ്റെ സ്റ്റോറി ലൈനും തിരക്കഥ നല്ല രീതിയിൽ വലിഞ്ഞ് നീണ്ടുപോയിട്ടുണ്ട്. പിന്നെ സ്റ്റോറി ലൈന് യാതൊരു പുതുമയില്ല. നമുക്കറിയാം ഇതിങ്ങനെ സംഭവിക്കും. പിന്നെ സൂര്യ പൂജ ഹെഗ്ഡെ തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ്, ഒത്തിരി സീൻസ് റെപ്പറ്റേറ്റീവായിട്ട് വരുന്നുണ്ട്. ഇത് ഈ അടുത്ത കാലത്ത് സംഭവിക്കുന്നതാണ് ഓരോ സിനിമകളിൽ. നമ്മളിപ്പോൾ ഒരു ഷോർട്സിൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റുള്ള ഒരു ഷോർട്സിനകത്ത് ഇപ്പോൾ നമ്മൾ ഒരു കഥ ഒരു ഫുൾ സ്റ്റോറി നമ്മളിപ്പം പറയുന്ന കാലഘട്ടത്തിൽ നിങ്ങളൊരു സിനിമ എടുക്കുമ്പോഴത്തേക്കും 2.5 മണിക്കൂറുള്ള സിനിമ എടുക്കുമ്പോഴത്തേക്കും ഒരു സീൻ ഒരിക്കൽ കാണിച്ചാൽ മതി, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മതി. പക്ഷേ അത് വീണ്ടും കിടന്ന് കാണിച്ച് നല്ല രീതിയിൽ വലിഞ്ഞ് നീണ്ടും സിനിമ പോയി. എനിക്ക് ഒട്ടും വർക്കൗട്ടായില്ല. പിന്നെ നമ്മുടെ ജയറാമേട്ടൻ നല്ല രീതിയിൽ പുള്ളി കോമാളി റോള് കളിച്ച് വെച്ചിട്ടുണ്ട്. പുള്ളി കുറേ മലയാളം ഡയലോഗ് എല്ലാം പറയുന്നുണ്ട്. തെനാലിയിലെ മലയാളം ഡയലോഗ്, തെനാലിയിൽ നിന്ന് പഴയ നമ്മുടെ സിനിമയിൽ കമലഹാസനോടൊപ്പം ഉള്ള അതിൽ മലയാളത്തിലെ ഡയലോഗ് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചിരിക്കുകയാണ് ചെയ്തത്, എൻജോയ് ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ മലയാളം ഡയലോഗ് ഒരു തമിഴ് സിനിമയിൽ കേൾക്കുമ്പോൾ എന്നൊക്കെ പറയില്ലേ, ഇതിൽ മലയാളം ഡയലോഗ് കേൾക്കുമ്പോഴത്തേക്കും ജയറാമേട്ടാ ഇത്രയും വേണമായിരുന്നു എന്നുള്ള രീതിയിലാണ് തോന്നിയത്. അപ്പോൾ യാതൊരു വിധത്തിലും എനിക്ക് വർക്കൗട്ടാവാത്തൊരു സിനിമയായിരുന്നു ഇത്. ഒരു എന്താ പറയുക, ഒരു ദുരന്ത ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. സൂര്യയുടെ അടുത്തൊരു ഫ്ലോപ്പ് സിനിമ എന്ന് പറയാം. എന്ന് പറയുമ്പോൾ കങ്കുവയുടെ അത്രത്തോളം എത്തിയില്ലെങ്കിലും അതിൻ്റെ ഒരു ചെറിയൊരു പതിപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മളങ്ങ് വെറുപ്പിച്ച് കളയും. ഞാനെങ്കിൽ സൂര്യയുടെ ഭയങ്കരമായിട്ടുള്ള ഒരു ഫാനാണ്. ഭയങ്കര ആ ഒരു ഇതിലാണ് ഈ സിനിമ കാണാൻ കയറിയത്. ഭയങ്കര തീർത്തും നമ്മളെ അങ്ങ് നിരാശപ്പെടുത്തുന്ന കഥ ഇങ്ങനെ എന്തോ ഒരു പരത്തി എന്തൊക്കെയോ കഥ പറഞ്ഞു പോകുന്നു, നമുക്കൊന്നും മനസ്സിലാവുകയില്ല. നമ്മളങ്ങ് എന്ന് പറയുമ്പം കുറേ പ്രത്യേകിച്ച് ഈ സിനിമയുടെ അവസാന നിമിഷമൊക്കെ ഒരു 15 മിനിറ്റോളം നമ്മളെ അങ്ങ് തെറി വിളിപ്പിക്കും. അമ്മാതിരി എന്നെ അങ്ങ് വലിച്ച് നടുക്കി അങ്ങ് കൊണ്ടുപോകും. നമ്മൾ വളരെ കുറേ കൂടെ നേരത്തെ തീർക്കാൻ പറ്റുന്ന ഒരു സിനിമയെ അങ്ങ് നീട്ടി കൊണ്ടുപോകും. നമ്മളങ്ങ് വെറുത്തു പോകുന്ന സിനിമ. പുള്ളിയുടെ ഇപ്പം കഴിഞ്ഞ ഒരു 8-10 സിനിമകളും എല്ലാം ഫ്ലോപ്പല്ലേ. പുള്ളിയുടെ അഭിനയം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ താല്പര്യമാണെങ്കിൽ നമുക്ക് കയറി കാണാം. പുള്ളി നല്ല അഭിനേതാവാണ്. പക്ഷേ അല്ലാതെ നമുക്കത് മാത്രമല്ല, നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് കിട്ടണ്ടേ, അത് ഈ സിനിമയിൽ നിന്ന് കിട്ടില്ല. കങ്കുവ നമ്മളങ്ങ് വെറുത്തു പോകും. അതിൻ്റെ അത്രത്തോളം വെറുപ്പില്ലെങ്കിലും അതിൻ്റെ ഏകദേശം അടുത്തൊക്കെ എത്തി ഈ സിനിമ കാണുമ്പോൾ. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സിനിമ. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ ജയറാം, ജോജി ജോർജൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് അവരൊക്കെ അങ്ങ് ജോജി ജോർജിനെയൊക്കെ മലയാളത്തിൽ വളരെ നല്ല കഥാപാത്രങ്ങൾ ചെയ്ത പുള്ളി അതിൽ പോയി എന്തോ ഒരു കാര്യമില്ലാതെ ആ സിനിമയിൽ പോയി അഭിനയിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ജയറാം പിന്നെ ഒരു കോമാളി വേഷത്തിൽ, ശരിക്കും കോമാളി എന്ന് പറയാം, അങ്ങനത്തെ ഒരു വേഷത്തിലാണ് ജയറാം അല്ല അഭിനയിക്കുന്നത്. പിന്നെ ചെറിയ റോളിൽ ചെറിയതായിട്ട് സ്വാസിക ഇങ്ങനെ ഒരു കടന്നു പോകുന്നുണ്ട്. പിന്നെ സൂര്യയുടെ സിനിമയിലെ പ്രത്യേകം തന്നെ നല്ല പാട്ടുകളൊക്കെ കാണും. ഇതിൽ അതുമില്ല. ഒരു പാട്ടും നമ്മളെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്കൊന്ന് മൂളാൻ പറ്റുന്ന ഒരു പാട്ടും ഈ സിനിമയിലില്ല. പിന്നെ എന്താ പറയുക, കാർത്തിക് സുബരാജിൻ്റെ എന്തോ അയാളുടെ എഫക്റ്റൊന്നും ഈ സിനിമയിൽ കാണുന്നില്ല. ഒരു മോശം സിനിമയെന്ന് തന്നെ പറയാം. കാരണം ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ മിക്കവാറും സിനിമയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു മൂവിയാണ്.